നന്ദിയുണ്ട്. ഇന്നോളം എത്തിയ ഞങ്ങളുടെ ഈ സുവർണയാത്രയിൽ നിങ്ങളുടെ ഓരോ ആഘോഷങ്ങൾക്കുമൊപ്പം ഞങ്ങളെയും ചേർത്ത് നിർത്തിയതിന്. ബ്യൂട്ടി മാർക്ക് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, സ്പെഷ്യലി ഫോർ യു. കുഴികൾ നിറഞ്ഞ കൊണ്ടോട്ടി താലൂക്ക് ആശുപത്രി റോഡിന്റെ ശോച്യാവസ്ഥ പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് ആശുപത്രി പൗരസമിതി റോഡിൽ വാഴ നട്ട് പ്രതിഷേധിച്ചു. ധാരാളം വിദ്യാർത്ഥികളെ, നിരന്തരം പോകുന്ന വണ്ടികളെ, ഇനിയിപ്പോൾ നമുക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഇപ്പോൾ ഒരു രോഗി, ധാരാളം ആളുകൾ മുകളിൽ താമസമുണ്ട്. ഇതിൽ ഒരു പ്രായമുള്ള ഒരാളുകൾ ഒരുപാടുള്ള ആൾ പെട്ടെന്നൊരു അത്യാഹിതം എന്തെങ്കിലും ഉണ്ടായിക്കാണെങ്കിൽ ഒരു ഓട്ടോ നമ്മൾ വിളിക്കുകയാണെങ്കിലോ അല്ലെങ്കിൽ ഒരു വണ്ടി വിളിക്കുകയാണെങ്കിലോ ഈ റോഡാണെന്നുണ്ടെങ്കിൽ ആരും വരില്ല. KT ബഷീർ ഉദ്ഘാടനം ചെയ്തു. പറമ്പൻ സ്വാമി, P ജയപ്രകാശ്, P ജിതിൻ എന്നിവർ പ്രസംഗിച്ചു. നഗരസഭാ സെക്രട്ടറിക്ക് നിവേദനം നൽകുകയും ചെയ്തു. ദിവസവും ഒട്ടേറെ വാഹനങ്ങൾ കടന്നുപോകുന്ന റോഡാണിത്. എത്രയും വേഗം ആ റോഡിന്റെ ശോചനീയാവസ്ഥ പരിഹരിക്കണമെന്നാണ് ഞങ്ങൾ ആ പ്രദേശത്തെ വാസികൾ പറയുന്നത്. ഇതുവരെ ഇതിന്റെ മുന്നിൽ ഞങ്ങൾ ആ റോഡ് നന്നാക്കണമെന്ന് പറഞ്ഞിട്ട് ഈ ഇവിടുത്തെ പ്രദേശവാസികൾ ഇതുവരെ അതിനുവേണ്ടി ശ്രമിച്ചിട്ടില്ല. ഇനി ശ്രമിക്കണം എന്ന് വിനീതമായി ഇവിടെ അതിൻ്റെ ഭരണാധികാരികളോടും ഞങ്ങൾ പറയാൻ, ഇവിടുത്തെ മുനിസിപ്പാലിറ്റിയിലെ ജനങ്ങളോടും മെമ്പർമാരോടും സെക്രട്ടറിമാരും പ്രസിഡന്റും എല്ലാവരും കൂടി പാവപ്പെട്ട ജനങ്ങൾ ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്ന ആ റോഡ് എത്രയും വേഗം ശോചനീയാവസ്ഥ പരിഹരിക്കണമെന്ന് വിനീതമായാണ് ഞങ്ങൾ ഇവിടുത്തെ ഭരണാധികാരികളോട് പറയാൻ ആഗ്രഹിക്കുന്നത്. താലൂക്ക് ആശുപത്രിയിലേക്കുള്ള രോഗികൾ ഉൾപ്പെടെയുള്ളവർ ഏറെ പ്രയാസപ്പെട്ടാണ് ഇതുവഴി യാത്ര ചെയ്യുന്നത്. ഉടൻ നടപടി വേണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. 44 കോടി രൂപ അവിടെ പാസ്സാക്കി വെച്ചിട്ട് 2 വർഷം കഴിഞ്ഞു. പക്ഷേ ഇതുവരെ റോഡ് നന്നാക്കാത്തതിൻ്റെ ഉദ്ദേശം അവർ പറഞ്ഞു നടന്നത് എത്രയും പെട്ടെന്ന് ഈ റോഡ് വീതി കൂട്ടാൻ പോകുന്നുണ്ട്, അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ റോഡ് റിപ്പയറുകളൊന്നും നടത്താത്തത് എന്നാണ് അവർ പറഞ്ഞുകൊണ്ട് നടക്കുന്നത്. പക്ഷേ ഇപ്പം ഞങ്ങൾക്ക് റോഡ് വീതിയല്ല, നമുക്കിപ്പോൾ ഈ ഹോസ്പിറ്റലിലേക്കും അതുപോലെ ബ്ലോക്ക് പഞ്ചായത്തിലേക്കും അതുപോലെ തന്നെ നൂറുകണക്കിന് വിദ്യാർത്ഥികളും അതുപോലെ നൂറുകണക്കിന് യാത്രക്കാരും ഒക്കെ നടന്നു പോകുന്ന ഈ റോഡ് ഇപ്പോൾ താൽക്കാലികമായിട്ട് അവിടുത്തെ ശോചനീയാവസ്ഥ പരിഹരിച്ച് വാഹനങ്ങൾക്ക് ഗതാഗത യോഗ്യമാക്കി കൊടുക്കാൻ വേണ്ടിയുള്ള ഒരു നിവേദനമാണ് ഞങ്ങളിപ്പോൾ ഇന്ന് ഈ മുനിസിപ്പാലിറ്റിയിൽ കൊടുത്തിട്ടുള്ളത്. എയർവൺ ന്യൂസ്, കൊണ്ടോട്ടി. സാധാരണക്കാരുടെ കുടുംബ വസ്ത്രാലയം ഷാദി സിൽക്സ് ഇനി കൂടുതൽ സൗകര്യങ്ങളോടെ മികച്ച കളക്ഷനും വിശാലമായ പാർക്കിംഗും. ഷാദി സിൽക്സ്, ബസ് സ്റ്റാൻഡിന് എതിർവശം, കൊണ്ടോട്ടി.